നമസ്കാരം. ലോകത്തിനു മുന്നിൽ മുട്ടുമടക്കാത്ത ധൈര്യശാലിയായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ മൈ ഡിയർ ഫ്രണ്ടിനെ കാണാൻ പോയി. ട്രംപിനെ കണ്ടു, തിരിച്ചു വന്നു. ഇതിനിടയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഇന്നത്തെ പത്രങ്ങൾ വായിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു വിചാരം നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ വന്നത്. പത്രം വായിച്ച ഘട്ടത്തിൽ തന്നെ പലവിധ തലക്കെട്ടുകളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നിങ്ങളും പത്രങ്ങൾ വായിച്ചിട്ടുണ്ടാവും, നിങ്ങളും വാർത്ത വായിച്ചിട്ടുണ്ടാവും. വ്യത്യസ്തമായി എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. ആദ്യം ഞാൻ മനോരമയുടെ തലക്കെട്ടാണ് കണ്ടത്. 4 ഇരട്ടി വ്യാപാരം പ്രതിരോധ കൂട്ട് എന്നായിരുന്നു മനോരമയുടെ തലക്കെട്ട്. മാതൃഭൂമി പ്രതിരോധത്തിൽ മോദി ട്രംപ് ചർച്ച എന്നാണ് തലക്കെട്ട്. ഇതുപോലെ മറ്റ് പത്രങ്ങൾ, ചില പത്രങ്ങൾ നോക്കുകയാണെങ്കിൽ കൗമുദി പ്രതിരോധത്തിൽ മോദി ട്രംപ് ചർച്ച, ഇന്ത്യക്ക് അത്യാധുനിക F-35 പോർവിമാനം എന്ന് കൗമുദി കൊടുക്കുന്നു. കൈകോർത്ത് മോദിയും ട്രംപും എന്ന് മംഗളം ഒരു ഗംഭീര തലക്കെട്ട് കൊടുക്കുന്നു. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ US വൻ സഹകരണം എന്നാണ് മാധ്യമം, വമ്പൻ സഹകരണമാണ് എന്നാണ് മാധ്യമം വാർത്ത കൊടുക്കുന്നത്. അപ്പോൾ ഇത് വായിച്ച് നോക്കിയപ്പോൾ ഇനിയും ഒരുപാട് പത്രങ്ങളുണ്ടല്ലോ, നമ്മളെല്ലാ പത്രങ്ങളിലൂടെയും പോകുന്നില്ല, പ്രതീകാത്മകമായി 3-4 എടുത്തുന്നേ ഉള്ളൂ. ഇതിലൂടെ കടന്നു പോകുമ്പം ആര് കൈകോർത്തു, ആർക്ക് വേണ്ടി കൈകോർത്തു, ആർക്ക് ഗുണം കിട്ടി എന്നൊക്കെയുള്ള ചോദ്യം നമ്മുടെ ഉള്ളിൽ വരുമല്ലോ. പത്രം വായിച്ചു കഴിയുമ്പം നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാവും, എനിക്കും ആ ചോദ്യം ഉണ്ടായി. കുറേ ഗുണങ്ങൾ ഉണ്ടായി കാണണം നമ്മൾ സ്വാഭാവികമായിട്ടും. കാരണം മൂപ്പര് പോകുന്ന ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന ചില, പ്രതീക്ഷയോട് ഉറ്റുനോക്കിയിരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് അനധികൃത കുടിയേറ്റക്കാരോട് കാണിക്കുന്ന ക്രൂരതയ്ക്കൊരു അറുതി ഉണ്ടാവും എന്നുള്ളതാണ്. രണ്ടാമത്തേത് അമേരിക്കയുടെ ഇറക്കുമതി ചുങ്കത്തിൽ ഒരു ഇളവ് ഇന്ത്യക്ക് കിട്ടും എന്നുള്ളതാണ്. ഭയങ്കര ഫ്രണ്ട്സാണല്ലോ. ലോകത്തിലാകെ ട്രംപ് വന്നതിന് ശേഷം നടക്കുന്ന അക്രാമകമായ ഭരണ നൈപുണ്യം മൂപ്പരുടെ, അതിൻ്റെ ഭാഗമായി ഗാസ ഞാനിങ്ങ് എടുക്കും എന്ന് പറയുന്നതൊന്നുമല്ല. അതിൻ്റെ അപ്പുറത്ത് ഇറക്കുമതി ചുങ്കങ്ങളൊക്കെ കൂട്ടിയിട്ട് മറ്റ് രാജ്യങ്ങളെ ഇതുവരെയുള്ള സംവിധാനത്തെ ആകെ അട്ടിമറിക്കുന്ന വിധത്തിലുള്ള ചില ഭരണ നടപടികളും നടത്തുന്നുണ്ട്. മറ്റ് ക്രൂരതകൾ ഗാസയിലൊക്കെ കാണിക്കുന്നത് നമുക്ക് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്, അത് വേറെയാണ്. പക്ഷേ നമ്മുടെ മൈ ഡിയർ ഫ്രണ്ടിനെ കാണാൻ നമ്മുടെ പ്രധാനമന്ത്രി പോകുന്ന ഘട്ടത്തിൽ ഇന്ത്യക്കൊരളവ് കിട്ടുമല്ലോ, ഈ ചുങ്കത്തിലെങ്കിലും അളവ് കിട്ടുമല്ലോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തേത് വമ്പൻ നിക്ഷേപങ്ങളുടെ സാധ്യതകൾ തുറക്കുക എന്നുള്ളതാണ്. ഇന്ത്യക്ക് ഗുണകരമായ വ്യാപാര സാധ്യതകൾ ലോകം മുഴുവൻ ഒരു മാർക്കറ്റായി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് അടുത്ത ജെൻസി തലമുറ ജീവിക്കുന്ന കാലഘട്ടമാണല്ലോ. ഈ ഘട്ടത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, മിനിമം ഈ പറഞ്ഞ 2-3 കാര്യങ്ങളും എങ്കിലും നടക്കാൻ പോവുകയാണ് എന്നൊക്കെ ഈ പത്രങ്ങളും ചാനലുകളും ഒക്കെ തന്നെ അന്ന് റിപ്പോർട്ട് ചെയ്തതുമാണ്. നമ്മൾ ഉള്ളിൽ ആ പ്രതീക്ഷകളും വളർത്തിയിരുന്നതാണ്. എന്നാൽ ഈ തിരിച്ചു വരുമ്പോൾ, മൈ ഡിയർ ഫ്രണ്ടുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ അതിലും വലിയ എന്തൊക്കെയോ മൊത്തത്തിൽ മോദിജി മൈ ഡിയർ ഫ്രണ്ട് കൂടിക്കാഴ്ചയിൽ ഭയങ്കരമായി ഉണ്ടായി, ഇന്ത്യക്ക് ഭയങ്കരമായി നേടിയെടുത്തു മോദിജി എന്ന് ഈ മാധ്യമങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. വാർത്ത എഴുത്തൊക്കെ അമ്മാതിരി പ്രതീക്ഷ നടപ്പാക്കുന്ന രീതിയിലാണ്. എന്നാൽ എന്താണ് ആ നേട്ടങ്ങൾ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണ്, വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആർക്ക് എങ്ങനെ എന്നുള്ള നേരത്തെ പറഞ്ഞതുപോലെ അത് മാത്രമാണ്. അങ്ങനെ ആലോചിച്ച് പോയാലോ നമുക്കൊരു അന്തവും കുന്തവും കിട്ടൂല. ആർക്കോ ഗുണം കിട്ടിയിട്ടുണ്ട് സംഭവം. മനോരമയിലെ ഒരു വരി ഇങ്ങനെയാണ്: ഇന്ത്യക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത്യാധുനിക യുദ്ധവിമാനമായ F-35 വാഗ്ദാനം ചെയ്തു എന്നാണ്. ബോയിങ്ങിൻ്റെ 6P-8I നാവിക നിരീക്ഷണ വിമാനങ്ങൾ കൂടി ഇന്ത്യ വാങ്ങും എന്ന് ആ വാർത്തയിൽ പറയുന്നുണ്ട്. അതായത് അമേരിക്ക ഉണ്ടാക്കുന്ന കുറച്ച് വിമാനങ്ങൾ അമേരിക്ക തീരുമാനിക്കുന്ന തുകയ്ക്ക് അവർ ഇന്ത്യയെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ ഈ കൂടിക്കാഴ്ചയിൽ തീരുമാനം എടുപ്പിച്ചു. എങ്ങനെയുണ്ട്? ലോകത്തിലെ ഏറ്റവും വില കൂടിയ യുദ്ധവിമാനങ്ങളിൽപ്പെട്ടവയാണ് അത്. നമ്മളത് വാങ്ങിക്കൊള്ളാം എന്നും സമ്മതിച്ചു. അപ്പോൾ ആർക്കാണ് നേട്ടമുണ്ടായത്? നമുക്ക് തന്നെയല്ലേ. സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഈ വിമാന വിൽപ്പന ഉറപ്പിച്ച പ്രഖ്യാപനത്തിന് പിന്നാലെ ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിർത്തി പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധേയമാണ്. അത് പ്രതിരോധ വ്യാപാര രംഗങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം വർദ്ധിപ്പിക്കും എന്നാണ്. അപ്പോഴും നമുക്ക് ഒരു പ്രതീക്ഷ വരുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ, അപ്പം നമുക്കും എന്തെങ്കിലും ഗുണം ഉണ്ടാകും എന്നുള്ളതാണ്. ഇന്ത്യയിലേക്കുള്ള സൈനികോപകരണങ്ങളുടെ വിൽപ്പന കോടിക്കണക്കിന് വർദ്ധിപ്പിക്കും. അതാണ് ട്രംപ് അതിൻ്റെ പിന്നാലെ പറഞ്ഞത്. അതായത് നമ്മളടുത്ത് അമേരിക്ക ഇവിടെ കുറേ വിൽക്കും എന്നാണ്. അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് എൻ്റെ കടയിൽ നിന്ന് ഇന്ന സാധനങ്ങൾ നിങ്ങൾ വാങ്ങണം, ഞാൻ പറയുന്ന വിലക്ക് വാങ്ങണം എന്ന് ഉത്തരവിട്ടിട്ട് നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് ചുരുക്കം. അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ അതിലും ചുരുങ്ങിയ വിലക്ക് വേറെ സാഹചര്യത്തിൽ കിട്ടുകയാണെങ്കിൽ അത് മേടിക്കാതെ ഈ വലിയ പൈസേൻ്റെ സാധനം മേടിച്ചിട്ട് അയാൾ നമ്മളെ സഹായിക്കുകയാണ്, നമ്മൾ ഭയങ്കര ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ എന്തായിരിക്കും സ്ഥിതി?
ഇവിടെ അതൊന്നുമല്ല കേട്ടോ, ഈ കഥയൊന്നും ഇവിടെ യേശുല, ഇവിടെ വേറെ കഥയാണ്. ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. ഇനി എന്തൊക്കെയാണ് സാധനങ്ങൾ, അതിൻ്റെ ഓരോന്ന് വിശദാംശങ്ങൾ എടുത്ത് നോക്കിയാലോ. ഒന്ന്, കൂടുതൽ പെട്രോളിയം ഷെൽ ഓയിൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്ക് നൽകും എന്നാണ് വാർത്ത. ഇന്ത്യക്ക് നൽകും, അതായത് ഉത്തമ, ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞ പ്രകാരം US നിന്ന് ഉള്ള എണ്ണ പ്രകൃതിവാതക ഇറക്കുമതി 1500 കോടി ഡോളറിൽ നിന്ന് ഉടൻ 2500 കോടി ഡോളറായി ഉയരും. മനസ്സിലായോ? 2500 കോടി എണ്ണ പ്രകൃതിവാതക ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങും. ഇനി മനസ്സിലായില്ലെങ്കിൽ 2500 കോടി ഡോളറിൻ്റെ എണ്ണ പ്രകൃതിവാതകം നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള കരാറിലും മോദി ഒപ്പിട്ടു. എങ്ങനെയുണ്ട്? അവിടെ ട്രംപ് ഒപ്പിടുമല്ലോ. അമേരിക്കയിൽ നിന്ന് പെട്രോളും LNGയും വൻ വിലയിൽ വാങ്ങിക്കൊള്ളാമെന്ന് സമ്മതിക്കുമ്പോൾ എന്താണ് നിലവിലെ സ്ഥിതി എന്നുകൂടി നിങ്ങൾ നോക്കൂ. യുക്രൈൻ യുദ്ധത്തോടെ പ്രതിസന്ധിയിലായ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇപ്പോൾ കുറഞ്ഞ വിലക്കാണ് ക്രൂഡ് ഓയിൽ അടക്കം ഇറക്കുമതി ചെയ്യുന്നത്. അമേരിക്ക റഷ്യക്ക് വിലക്കും ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഈ ഘട്ടത്തിൽ കുറഞ്ഞ വിലയിലാണ് ഇന്ത്യക്ക് ഇന്ധനം ലഭിക്കുന്നതും. റഷ്യയുമായുള്ള ഈ ഇടപാട് വലിയ നേട്ടമായി മോദി സർക്കാർ തന്നെ കൊട്ടിഘോഷിച്ചതുമാണ്. അതിൻ്റെ ഗുണം രാജ്യത്ത് ഉപയോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നത് വേറെ കാര്യം. പക്ഷേ റഷ്യ നൽകുന്നത് വില കുറച്ചാണ്. അമേരിക്കയിൽ നിന്ന് വൻ വിലയ്ക്കുള്ള വാങ്ങലോടെ റഷ്യയിൽ നിന്നുള്ള ഈ പരിപാടി നിൽക്കും. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്ത് ശുദ്ധീകരിച്ച് യൂറോപ്പിൽ വിൽക്കുന്നവർക്കും തിരിച്ചടിയാകും. ഇന്ത്യയിലെ വ്യാപാരികൾ ഒരുപാടുണ്ടല്ലോ. ചുരുക്കത്തിൽ എണ്ണയുടെ കാര്യത്തിൽ വീണ്ടും കീശ കാലിയാക്കപ്പെടും. എല്ലാം ട്രംപിനോടുള്ള സ്നേഹം, തിരിച്ച് ട്രംപ് കാണിക്കുന്ന സ്നേഹം. ഇനി ഇതെല്ലാം വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ എന്താണ് ലക്ഷ്യമിട്ടത്? മോദിയുടെ യാത്രയ്ക്ക് പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നല്ലോ. അതിലൊന്ന്, ജനജീവിതത്തെ നേരിട്ട് ബാധിക്കാനിടയുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ സ്വാധീനം ചെലുത്താൻ ഇടയുള്ള ചില തീരുമാനങ്ങൾ അമേരിക്ക എടുത്തിട്ടുണ്ട് ട്രംപ് വന്നതിന് ശേഷം. അത് തിരുത്തിക്കുക എന്നതായിരുന്നു ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന്. അത് പ്രധാനപ്പെട്ട ഒന്ന്. ആ തീരുമാനം വരുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കിയത്. ട്രംപ് വന്നതിന് ശേഷം ചുമത്തിയ വമ്പൻ ഇറക്കുമതി തീരുവയൊക്കെ. അതായത് ട്രംപിൻ്റെ സാധനങ്ങളെല്ലാം നമ്മളിങ്ങനെ അവർ പറയുന്ന വിലക്ക് വാങ്ങിച്ചു കഴിഞ്ഞ് നമ്മൾ എന്ത് വിചാരിക്കും? ലേശം ഇന്ത്യയോട് ഒരു സ്നേഹം കാണിക്കുന്നതാണല്ലോ, ഇത്രയും സാധനം വാങ്ങിയ ആൾക്കാരല്ലേ. എന്നാൽ ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ച ഇറക്കുമതി ചുങ്കത്തിലെ കൊള്ളയിൽ നിന്ന് ഇന്ത്യക്ക് ഒരു ഇളവും കൊടുക്കില്ല എന്ന് മോദിയോട് ട്രംപ് പറഞ്ഞു. അമേരിക്ക ചുമത്തിയ അധിക നികുതി നൽകാൻ തത്വത്തിൽ ഇന്ത്യ അംഗീകരിക്കുകയും ചെയ്തു. ഇത് വാർത്താ സമ്മേളനത്തിൽ ട്രംപ് തന്നെ പറഞ്ഞു. അതുകൊണ്ട് എന്തെങ്കിലും അങ്ങോട്ട് വിൽക്കാമെന്ന് വിചാരിച്ച് പോവുകയും വേണ്ട. അവിടെ ചുങ്കക്കൊള്ളയാണ് നടക്കുന്നത്. ഞങ്ങളുടെ സാധനം നിങ്ങൾ വാങ്ങിച്ചോ, പക്ഷെ നിങ്ങളുടെ സാധനം ഞങ്ങളടുത്ത് കൊണ്ടുവരണ്ട, വലിയ കാര്യം ഉണ്ടാവില്ല എന്ന്. ഒരു ഇളവും തരൂല മോനെയെന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നടന്നിട്ടുണ്ട്. അതൊരു ഗംഭീര സമ്മതിക്കലാണ്. ഇവിടുന്ന് പോകുമ്പോൾ പാർലമെന്റിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഉൾപ്പെടെ പറഞ്ഞത് എന്താണ്? അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ ഇന്ത്യക്കാരെ കയറ്റി അയക്കുമ്പോൾ വിലങ്ങും ചങ്ങലയും ഒക്കെ ഇട്ട് അപമാനിച്ച് അയക്കുന്നു എന്നതുപോലെയുള്ള സംഭവങ്ങൾ ഗൗരവതരമാണെങ്കിൽ അത് അപ്പോൾ അറിയിക്കും, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നാണ്. വലിയ രീതിയിൽ അതിന് അനുകൂലമായ ഒന്നും നിലപാടെടുത്തില്ലെങ്കിലും ആളുകളെ സമാധാനിപ്പിക്കാൻ ഞങ്ങളത് അമേരിക്കയുമായി USA കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ ക്രൂരതയ്ക്കിരയായ മൂന്നാം ലോക രാജ്യങ്ങൾ പോലും അത് തിരുത്തിച്ചു. നമ്മുടെ മൈ ഡിയർ ഫ്രണ്ടിനോട് ഇക്കാര്യം പറഞ്ഞത് മാന്യമായി മറ്റു മനുഷ്യരെ പോലെ വിമാനത്തിൽ കയറ്റി അയക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ വിമാനം അയക്കാം എന്ന് പറഞ്ഞ് പൗരൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കും എന്ന് നമ്മൾ വിചാരിച്ചില്ലേ? മൈ ഡിയർ ട്രംപല്ലേ ആള്. മോദിജി ഉറപ്പായും പറയുന്നല്ലേ നമ്മൾ വിചാരിച്ചത്. എന്നാൽ മോദി അവിടെ പോയി കൂടിക്കാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നാട്ടുകാരോട് ചില കാര്യങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? അതും പത്രത്തിലുണ്ട്. US അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്ന പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ. ട്രംപ് എന്തുവാണ് ചെയ്തത്? ഞങ്ങളതിന് പിന്തുണയാണ്, അതിന് ഇന്ത്യയും തയ്യാറാണ്. സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് അവർ. വലിയ സ്വപ്നങ്ങളുടെ പുറകെ തെറ്റിദ്ധരിക്കപ്പെട്ട് എത്തിയവർ. അതുകൊണ്ട് അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ അവരെയൊക്കെ പൗരൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിച്ച് നാട്ടിലെത്തിക്കാനുള്ള നടപടി വേണമെന്ന് ട്രംപിനോട് ആവശ്യപ്പെടായിരുന്നില്ലേ? അനധികൃത കുടിയേറ്റം അതിനെ ഒഴിവാക്കണം, ശരി, അത് രാജ്യത്തിൻ്റെ തീരുമാനമാണ്. എന്നാൽ ആ പിടിക്കപ്പെട്ടവരെ ഇമ്മാതിരി ഭീകരന്മാരെയും കൂട്ടും കുറ്റവാളികളെയും പോലെ വിലങ്ങണിയിച്ചിട്ട് കാലിൽ ചങ്ങലയൊക്കെ ഇട്ടിട്ട് അയച്ചത് ശരിയായില്ല, ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞോ? ഇല്ല. മൈ ഡിയർ ഫ്രണ്ടിനെ വെറുതെ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നത്? പഞ്ചാബിൽ അടുത്ത വിമാനം പുറപ്പെടാനിരിക്കുമ്പോഴാണ് സ്വന്തം പൗരരെപ്പറ്റി മോദി മൈ ഡിയർ ഫ്രണ്ടിൻ്റെ നാട്ടിൽ നിന്ന് ഈ കാര്യത്തിൽ ഇടപെട്ടത്. എങ്ങനെ ഇടപെട്ടത്? ഇങ്ങനെ ഇടപെട്ടത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ പരമാധികാരവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യക്ക് ചില കാര്യങ്ങളിൽ ഇന്ത്യയുടേതായ വ്യക്തിത്വത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പല കാര്യങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ട്. ഇന്ത്യയുടെ പരമാധികാരത്തിന് മേൽ വിദേശ രാഷ്ട്രങ്ങളുടെ ഇടപെടൽ നമ്മൾ ഒരു കാലത്തും സമ്മതിച്ചിരുന്നില്ല. ഒരഭിപ്രായ പ്രകടനം പോലും ഒരു കാലത്തും അനുവദിക്കില്ലായിരുന്നു. ഇനി അങ്ങനെ പറഞ്ഞ ആളുകളോട് നമ്മളപ്പം തന്നെ കാര്യം വിശദീകരിക്കും. ഇങ്ങനെ
പറ്റില്ല. കാശ്മീർ പ്രശ്നത്തിലടക്കം മൂന്നാം കക്ഷിയുടെ ഇടപെടലിനുള്ള ശ്രമങ്ങളെ എപ്പോഴും നമ്മൾ എതിർക്കാറുണ്ട്. മോദി വന്നിട്ട് ഈ 10 കൊല്ലം 11 കൊല്ലത്തിനിടയിലും അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ചില രാജ്യങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ അമേരിക്കയിലെ വാർത്താ സമ്മേളനത്തിൽ 2 കാര്യങ്ങളിൽ ഇന്ത്യയുടെ വിദേശ നയത്തെ ആകെ ബാധിക്കും മട്ടിലുള്ള ഇടപെടലാണ് ട്രംപ് നടത്തിയത്. ഇന്ത്യ ചൈന പ്രശ്നത്തിൽ ഞാൻ ഇടപെടാം എന്ന് മോദിയുടെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിക്കാൻ ട്രംപിന് മടിയുണ്ടായില്ല. ഇന്ത്യയുമായുള്ള ചൈനയുടെ അതിർത്തി തർക്കം പരിഹരിക്കാൻ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണ്. അതിർത്തി തർക്കം തുടരാനാണ് സാധ്യത, അതിനാൽ എൻ്റെ സഹായം തേടുന്നതാണ് നല്ലത് എന്നാണ് ട്രംപ് മോദിയോട് പറഞ്ഞത്. മോദിയെ അമേരിക്കയിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞത്. ഈ നിലപാടിനെ ശക്തമായി അപലപിക്കാൻ മോദി തയ്യാറായില്ല. ഈ രണ്ടാമത്തെ കാര്യം, റഷ്യ, ചൈന, അമേരിക്ക എന്നിവരുടെ ത്രിരാഷ്ട്ര കൂടിക്കാഴ്ച എന്നൊരു ത്രിരാഷ്ട്ര സഖ്യ സാധ്യത ആരായുന്ന ഒരു കൂടിക്കാഴ്ച എന്ന പുതിയ കാഴ്ചപ്പാട് ട്രംപ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് ട്രംപിൻ്റെ പുതിയ ആശയമാണ്. ഈ മേഖലയിൽ, ഇപ്പോൾ ഏഷ്യൻ മേഖലയിൽ ശക്തമായ രാജ്യം എന്ന നിലയിൽ ഇന്ത്യയെ ഉൾക്കൊള്ളാതെയുള്ള ഒരു നീക്കം അത് പ്രഖ്യാപിക്കുന്നതിലൂടെ ട്രംപിൻ്റെ സമീപനം വ്യക്തമാണ്. മാത്രമല്ല, ഏഷ്യയിലെ അമേരിക്കൻ ഇടപെടലിനെതിരെ മുൻ റഷ്യൻ പ്രധാനമന്ത്രി പ്രൊമക്കോവിൻ്റെ റഷ്യ, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങളുടെ ത്രിരാഷ്ട്ര സഖ്യം എന്ന സങ്കല്പം പണ്ട് നിലവിലുണ്ട്. അതിനെതിരായ നിലപാടാണ് സംഘപരിവാറും മോദിയും സ്വീകരിച്ചിട്ടുള്ളത്. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ലൈനിന് ഈ പുതിയ തീരുമാനം, അത് ഇന്ത്യ കൂടി ഉൾപ്പെട്ട മറ്റൊരു സഖ്യം വരും എന്ന ഒരു പ്രതീക്ഷയാണല്ലോ. പകരമായ ഒരു ബദൽ സാധ്യതയായിരിക്കുമല്ലോ മോദി ഈ പറഞ്ഞ പ്രൊമക്കോവിൻ്റെ സിദ്ധാന്തത്തിനെതിരായി നിൽക്കുമ്പോൾ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ തീരുമാനം, ഇന്ത്യയെ ഉൾക്കൊള്ളിക്കാത്ത ഈ തീരുമാനം മോദിയുടെ ലൈനിന്, രാഷ്ട്രീയ ലൈനിന് തന്നെ കനത്ത ആഘാതമാണ്. പകരമായ ഒരു സഖ്യസങ്കല്പത്തിന് മൈ ഡിയർ ട്രംപ് ഇന്ത്യയെ ഉൾക്കൊള്ളുന്നുമില്ല. ഇത്രയൊക്കെ നമ്മൾ അങ്ങോട്ട് വിധേയപ്പെടുമ്പോഴും നമ്മളുള്ള സമീപനം ഇങ്ങനെയൊക്കെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ. മറ്റൊന്ന് ഗൗതം അദാനിയുടെ കാര്യമാണ്. മൈ ഡിയർ ഫ്രണ്ട് ഗൗതം അദാനി. ഗൗതം അദാനിക്കെതിരെയുള്ള കുറ്റപത്രം സംബന്ധിച്ച് ട്രംപിനോട് ആശയവിനിമയം നടത്തിയോ എന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ ഒരു US മാധ്യമപ്രവർത്തകൻ മോദിയോട് ചോദിച്ചു. ഇത് കണ്ട അസ്വസ്ഥനായി മോദി എന്നാണ് നമ്മൾ വാർത്തകൾ കാണുന്നത്. അതിനുള്ള വിചിത്രമായ ഉത്തരം നമ്മൾ ശ്രദ്ധിക്കണം. എന്താ? ആദ്യമായി ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഞങ്ങളുടെ സംസ്കാരവും തത്വചിന്തയും വസുധൈവ കുടുംബകം എന്നതാണ്. ലോകത്തെ ആകെ നാം ഒരു കുടുംബമായി കാണുന്നു. ഓരോ ഇന്ത്യക്കാരനെയും ഞാൻ എൻ്റേതായി കാണുന്നു. 2 രാഷ്ട്ര നേതാക്കൾ തമ്മിൽ കാണുമ്പോൾ ഇത്തരം വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യാറില്ല. ഇതാണ് മോദിയുടെ ഉത്തരം. ഈ ഉത്തരത്തിലെല്ലാം ഉണ്ട്. തൊട്ട് മുമ്പത്തെ ദിവസം നടന്നത് കൂടി ചേർത്ത് വായിച്ചാൽ മതി. അദാനിക്കെതിരായ കേസുകൾ അവസാനിപ്പിക്കാൻ ട്രംപിൻ്റെ ഉത്തരവ് പ്രകാരം സ്വീകരിച്ച നടപടി ലോകം മുഴുവൻ അറിഞ്ഞതാണല്ലോ. ആരുടെ കുടുംബക്കാരൻ എന്നൊക്കെ മൊത്തത്തിൽ മനസ്സിലാകും വിധത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള നരേന്ദ്രമോദിയുടെ 3ാമത്തെ വാർത്താ സമ്മേളനത്തിലാണ് ഈ സാഹചര്യം രൂപപ്പെട്ടത്. 11 വർഷത്തിനിടെ നടത്തിയ 3 വാർത്താ സമ്മേളനങ്ങൾ, ആ 3ഉം വിദേശ രാജ്യങ്ങളിലാണ്. എങ്കിലും ഇതുപോലെ കടുപ്പം പിടിച്ചൊരു പ്രസ് മീറ്റ് മൂപ്പർക്ക് ആദ്യമായിട്ടാണ്. ചോദ്യങ്ങൾക്ക് മുന്നിൽ സ്തംഭിച്ചു പോയ നിമിഷങ്ങളാണ് നമ്മൾ കണ്ടത്. ചുരുക്കത്തിൽ കൊട്ടിഘോഷിച്ച് മോദിയുടെ അമേരിക്കൻ യാത്ര അവസാനിച്ച ഘട്ടത്തിൽ അതിലും വലിയ ആഘോഷത്തോടെ മാധ്യമങ്ങൾ ഇപ്പോൾ വാർത്തയിൽ അക്ഷരങ്ങൾ നിരത്തുമ്പോൾ മോദി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന് ഇങ്ങനെ ചിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പകൽ പോലെ വ്യക്തമാണ്. അമേരിക്കക്ക് കുറേ കച്ചവടം നടന്നു, കുറേ ആയുധങ്ങൾ അവരുടെ വിലക്ക് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ചു, അവരുടെ നികുതി കൊള്ളയിൽ ഒരു ഇളവും തരൂല എന്ന് പറഞ്ഞു. പിന്നെ ആകപ്പാടെ ഇവിടുന്ന് പോകുമ്പോൾ അദാനിക്കൊരു കേസ് ഉണ്ടായിരുന്നു, തിരിച്ചു വരുമ്പോൾ അതില്ല. അതാണ് ആകെ ഒരു വ്യത്യാസം. അത് പിന്നെ മോദിജിക്ക് അറിയുന്ന കാര്യവുമല്ല, ഓൺലി ഡിയർ ഫ്രണ്ടിൻ്റെ സർക്കാരിൻ്റെയും തീരുമാനമാണ്. എല്ലാത്തിനും ഉപരി ഇരുവർക്കും പരസ്പരം ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണെന്നും 4 വർഷം സുഹൃത്തായിരുന്നു എന്നും ഭയങ്കര മിസ്സിങ് ഉണ്ടായി എന്നും ആ കാര്യങ്ങളൊക്കെ മാലോകരോട് പറയാൻ അവർ തയ്യാറായി. ഇനിയും പോരട്ടെ ഇമാതിരി മെഗാ കൂടിക്കാഴ്ചകൾ. നന്ദി, നമസ്കാരം.